ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണെന്ന് വിചാരിക്കണ്. അതിനല്ലേ ഇപ്പോൾ പറ്റുള്ളൂ വിചാരിക്കാൻ. ഇല്ല അപ്പം നിങ്ങളെ കാണുന്നില്ലല്ലേ ഞാൻ. അപ്പോൾ അതാ നമ്മളിന്നൊരു താളും ചക്കക്കുരു ഒരു ഉപ്പേരി, ഒരു മോഡൽ ഉപ്പേരി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചക്കക്കുരു അത് രണ്ടാക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു തോനാണ് വെന്ത് ഉടയാതെ കുറച്ച് വെള്ളത്തിൽ ഉണ്ട് വെത്തിമക്ക ലേശം ഉപ്പിട്ട് ഒരു വിസിൽ മതിയാവും. പൊത്തിന് തന്നെ അത് വെന്തുണ്ടാവും. നമ്മളിതൊന്ന് അടുപ്പത്ത് വെക്കാട്ടോ. നമ്മളെ ഈ എന്താണ് ഗ്യാസ് കത്തിച്ചണ സാധനം കേടുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ സാധനം കൊണ്ട് കത്തിക്കാൻ പേടിയാണ്. കൈ പൊള്ളിച്ചിട്ട് വേണ്ടത് പണ്ടത്തെ ഈ സിഗരറ്റ് ലാമ്പ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇതുള്ള ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ലല്ലേ? ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഇത് ഇങ്ങനെ രണ്ട് ചക്രമുള്ള ഇത് പണ്ട് കാലങ്ങളിലുള്ളതാണ്. ഇതിപ്പോൾ മോഡലായി ഇറങ്ങിയതാന്ന് തോന്നുന്നത്. സിഗരറ്റ് ലാമ്പിന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാനൊരു ചേമ്പിൻ്റെ തണ്ട് ഇതണ്ട ഒറ്റ തണ്ടേ ഉള്ളൂ. ഇത് കാട്ടുചേമ്പല്ല കേട്ടോ, നമ്മളെ വിത്തുണ്ടാവുന്ന ചേമ്പാണേ. കണ്ടോ, ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് അരിഞ്ഞെടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിലേക്ക് ലേശം തേങ്ങ വേണം, ചെറിയ ഉള്ളി വേണം. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരകിയിട്ടാലും മതി, ഒതുക്കിയെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം വെച്ചാൽ ഇട്ടാൽ അങ്ങനെ ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ തേങ്ങ, മുളക്, ഉള്ളി ഇതിട്ടാൽ ഒരു ചട്ടി ഉണ്ട് അടുപ്പത്തേക്ക്. എന്നിട്ട് നമുക്ക് ചേമ്പിൻ്റെ ഈ താള് ഇതിലേക്ക് ഇട്ടിട്ട് തേങ്ങ ഒന്ന് കണ്ട് ഒതുക്കിയാൽ മതി. അധികം അരിയേ ചെയ്യരുത്. ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ ചെറുതാക്കി അരിഞ്ഞിട്ടാലും മതി, അങ്ങനെ ആട്ടിയാലും മതി. മുളക് ചെറുതായി അരിയണം, കുറച്ച് എരിവ് വേണം, എന്നാലെല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കൂട്ടാൻ ഉണ്ടാക്കിക്കൊള്ളി മനുഷ്യന്മാരെ. കൂട്ടമില്ലാന്ന് അറിഞ്ഞ് ഇങ്ങനെ കാത്തിക്കാൻ നിൽക്കല്ലേ. ഞാനിതാ ഇങ്ങനത്തെ ഒക്കെ തന്നെയല്ലേ നിങ്ങൾ കാണുന്നില്ല ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആരും ഒരു കമൻറ്റ് വിടുകയോ അല്ലെങ്കിൽ ഒരു കാണുകയോ ഒന്നും ചെയ്യണില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു നിങ്ങളോട്. എന്താ പറഞ്ഞതെന്നറിയോ? നമ്മളെപ്പോലെ ഉള്ളവരെ നിങ്ങൾ നോക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തീനൊക്കെ ഒന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നമ്മളൊന്ന് വിജയിപ്പിക്കുക, അങ്ങനെയല്ലേ വേണ്ടിയേ? അതൊന്ന് ഒതുക്കി ഇപ്പോൾ ചൂടായി വന്നു കേട്ടോ ചട്ടി. മുളകിൻ്റെ എരിവ് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി, കടുക്, ചുമന്ന ഞാൻ 2 ഉള്ളി ഇതിക്കിടുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ താളിക്ക് ഉള്ളിയൊക്കെ ഇട്ട് വറവിട്ട് ഉണ്ടാക്കിയാൽ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങളാരും ഉണ്ടാക്കില്ലേ? എന്താ സ്ഥിതി? ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിക്കോളൂ. ഇതിനൊന്നും വലിയ പണിയില്ല. എവിടേക്കും പോകാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. പോകുന്നവർക്ക് പിന്നെ ഒഴിവുണ്ടാവില്ല. ഒരു രാത്രി വന്ന് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ ഉള്ളി ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്ത്
ഒന്നോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ വറ്റൽമുളക്. എന്ത് എളുപ്പമുണ്ടാക്കാൻ പറ്റിയ കൂട്ടാനാ അതൊക്കെ. എന്നിട്ടാണല്ലോ നിങ്ങൾ ഈ മടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ചോറ് തിന്നുമ്പോൾ അതൊക്കെ തിന്നാൽ നല്ലതാണ് നമുക്ക് ശരീരത്തിനും. കറിവേപ്പിട്ട് നിങ്ങൾ കാണില്ലേ ഇതിലെ? ഞാനത് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഉള്ളിയിട്ട് കടുകിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഒരു വറ്റലും കൂടിയിട്ട് നമുക്കിതാ ഇത് കണ്ടിടാം. ചേമ്പുന്നാൾ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാനാണ്. ഇത് മാത്രം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. കപ്പയിലിട്ട് വെക്കാൻ പറ്റും, ചെറുപയറിലിട്ട് വെക്കാൻ പറ്റും, എന്തിലെല്ലാം ഇട്ട് വെക്കാം. നല്ല ഒരു കറിയിട്ട് വെക്കും. പക്ഷെ നിങ്ങളുണ്ടാക്കി വെക്കൂല, അതാണ് കുഴപ്പം. അങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കി, നിർബന്ധമായിട്ടും ഉണ്ടാക്കി. നല്ല ടേസ്റ്റ്. നമുക്ക് കുറച്ച് ചക്കക്കുരുവിൽ ഞാൻ ഉപ്പിട്ടാണ് ഇത് കുറച്ചിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ട് ഈ താള് പെട്ടെന്ന് അതുകൊണ്ട് നമ്മളെ ചേമ്പും താള് എത്ര കുറച്ചേ ഉള്ളൂ എന്ന് അതാ പറഞ്ഞത്. തോന ആളുണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്താൽ മതി. വേണ്ട ഈ ചക്കക്കുരു വെന്തത് തീ കുറച്ചാട്ടോ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ വേണ്ട തേങ്ങ മുളകൊന്നും നേർക്ക് ഒതുങ്ങിയില്ല, ഇങ്ങനെ എടുക്കണം. അത് ഇട്ടോളൂ. ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സാക്കിയാൽ ഇന്ന് ഈ കൂട്ടാനാണ് ഞങ്ങൾക്ക് രണ്ടാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നുമില്ല. എനിക്കിങ്ങനെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അങ്ങനെ ഉണ്ട് നമ്മളെ. അത് നോക്കി തന്നെ ഇനി ഒന്നാവുള്ളൂ. ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞോണ്ട. എനിക്കൊന്ന് ഇതിൽ എന്താണ് ഉപ്പ് കുറവാണോന്ന്. അരിപ്പ് കുറച്ച് ഉപ്പ്. ഒന്നാണ്ട് മിക്സ് ചെയ്താൽ ഇത് റെഡി ആയിട്ടാ. ഇത്ര പണിയേ ഉള്ളൂ. 4 ചക്കക്കുരു തൊലിച്ചെടുക്കണം. ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ. ഇതണ്ട ഈ ചൂടിന് ആ ഉപ്പുള്ള അലിഞ്ഞ് പോയിക്കോളൂ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ് ആ കാര്യം. കണ്ടില്ലേ? ഇപ്പോൾ തീ ഓഫാക്കി. ഇപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് വെക്കുക. ഇത്രേ പറയാനുള്ളൂ നിങ്ങളോട്. നമുക്കിതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ചോറും വെന്ത് ഇനി ഒരു അച്ചാറും ഒരു ഉണക്കമീൻ പൊരിച്ചതും ഇതുമാണ് ഇന്നത്തെ കറി. എന്നുണ്ട്? സൂപ്പറല്ലേ? അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.